10 നാൾ നീണ്ട രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് സൈന്യം വയനാട്ടിൽ നിന്നും മടങ്ങി. രക്ഷാപ്രവർത്തനത്തിന്റെ ചുമതല ഇനി NDRFനും സംസ്ഥാന സേനയ്ക്കുമായിരിക്കും. ബേലിപ്പാലം ശക്തിപ്പെടുത്തുന്നതിനും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനും നിയോഗിച്ചിട്ടുള്ള സേനാംഗങ്ങൾ ഇവിടെ തുടരും. This is India and we are the Indian Indian army and we are for you people only. Thank you so much and we really will gonna miss you people. The support of the people and the district administration and of course media were also very cooperative. Yeah, thank you so much. ദുരന്തം ഉരുളുപൊട്ടിയെത്തിയ ദിവസം മുതൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെല്ലാം തെരച്ചിലിന് നേതൃത്വം നൽകിയത് സൈന്യമായിരുന്നു. ഈ ദൌത്യം പൂർത്തിയാക്കിയാണ് 10ാം ദിനം ഇവർ മടങ്ങുന്നത്. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, ബംഗളൂരു ബറ്റാലിയനുകളിലെ 500ഓളം വരുന്ന സൈനികരാണ് മടങ്ങിപ്പോകുന്ന സംഘത്തിൽ ഉള്ളത്. ദുരിതകാലത്ത് കൈപിടിച്ച സൈന്യത്തിന് സംസ്ഥാനം നൽകിയത് ഊഷ്മള യാത്രയയപ്പ്. ഒരു വല്ലാത്ത വൈകാരികമായ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചത്. ഒരാളുടെ ജീവൻ പോലും ഇതിന്റെ ഭാഗമായി നിങ്ങൾ വന്നതിന് ശേഷം നഷ്ടപ്പെടരുതെന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം, അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റി. നിങ്ങൾ വിട്ടുപിരിയുമ്പോൾ ഈ രക്ഷാദൌത്യത്തിന്റെ ഘട്ടത്തിൽ ഒരുമിച്ചൊരു ടീമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ ടീമിലെ ഒരു അംഗം പോകുന്ന ഒരു വേദന ഞങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾ പരിപൂർണമായി ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നറിയാം. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ വിടവാങ്ങൽ ഒരു അനിവാര്യമാണ് എന്നറിയാം. ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയിട്ടുള്ള സേവനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. Honorable ministers, the state government and especially the local people and the media has been too supportive. We have worked here hands in hand with each other and that is how we could get the rescue in time and we are there for the country and it is our honor to serve our people. ബെയിലിപ്പാലം ശക്തിപ്പെടുത്തുന്നതിനും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനും നിയോഗിച്ചിട്ടുള്ള സേനാംഗങ്ങൾ ഇവിടെ തുടരും. സൺറൈസ് വാലിയിലെ തെരച്ചിൽ തുടരേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ തീരുമാനം പിന്നീട് ഉണ്ടാകും. ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണം, മുണ്ടക്കൈയിൽ നിർമ്മിച്ച റോഡ് തുടങ്ങി രക്ഷാപ്രവർത്തനത്തെ സുഗമമാക്കുന്നതിനുള്ള നിരവധി ഇടപെടലുകൾ സൈന്യം നിർവഹിച്ചു. സന്നദ്ധ സംഘടനകളുടെയും സംസ്ഥാന സേനകളുടെയും ഇടപെടലിനെ സൈന്യവും പ്രശംസിച്ചു. കേരള വിഷൻ ന്യൂസ്, വയനാട്.